ഈ വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അതിനകത്ത് L&T ലാർസൻ ആൻഡ് ടൊബ്രോ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യക്കുള്ളിൽ UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രോജക്റ്റ് തുടങ്ങുകയാണ്. ഒരുപാട് കമ്പനികൾ ഇന്ത്യക്കുള്ളിൽ ഈ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ലാർസൻ ആൻഡ് ടൊബ്രോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ അമേരിക്കയുടെ GE എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, GE എയറോനോട്ടിക്കൽ ജനറൽ ആറ്റോമിക് എയറോനോട്ടിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു GE കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയുമായിട്ട് ഒരു കൊളാബറേഷനിലുള്ള ഒരു കമ്പനിയാണ് L&T. അപ്പോൾ ഈ L&Tയും GEയും കൂടി ചേർന്നിട്ടാണ് ഇന്ത്യക്കുള്ളിൽ ഈ ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ നിർമ്മിക്കാനുള്ള പ്രോജക്റ്റിന് തുടക്കം കുറിക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രഖ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ് കരാറുകൾ, അതായത് DRDOയിൽ നിന്നും ഡിഫൻസ് കരാറുകൾ സ്വന്തമാക്കിയിട്ടുള്ള SME കമ്പനികൾ, ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന SME കമ്പനികളെല്ലാം തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള ഡെലിവറി അത് ഡിലേ ചെയ്യാൻ പാടില്ല. അത് താമസിക്കാതെ വൈകിപ്പിക്കാതെ കൃത്യ ടൈമിൽ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യണം എന്നാണ് ഇപ്പം ഡിഫൻസ് മിനിസ്ട്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കോൺട്രാക്റ്റ് ക്യാൻസലാക്കുമെന്നാണ് പറയുന്നത്. ഇത് വളരെ നല്ല തീരുമാനമാണ്. ഇത് ചെറിയ ചെറിയ SMEസിന് മാത്രമല്ല, ഇത് ശരിക്കും HAL ഉൾപ്പെടെയുള്ള പല വലിയ വൻകിട കമ്പനികൾക്കും ഈ നിയമം ബാധകമാണ്. പക്ഷേ അതേസമയം അത് ആപ്ലിക്കബിൾ ആക്കണം. കാരണം ഈ HALന് തേജാസ് ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറൊക്കെ കൊടുത്തിട്ട് എത്രയോ വർഷങ്ങളായി. ഇതുവരെ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റിയിൽ ആ സ്ക്വാഡ്രൺ ഫുൾഫിൽ ചെയ്തുകൊണ്ടുള്ള ഡെലിവറി സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഇവിടെ കൺസിഡർ ചെയ്യപ്പെടണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അല്ല 4-3-7 ചെറിയ കമ്പനികളെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് അവരുടെ ഓർഡറൊക്കെ ക്യാൻസലാക്കിയിട്ട് ഇതേപോലത്തെ വൻകിട കമ്പനികളെയൊക്കെ പരിപോഷിപ്പിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവരുത്. അവരെയും കൂടി കൃത്യമായിട്ട് ഈ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ കൊണ്ടുവരണം. സെഫ്രാൻ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് കമ്പനി ഇന്ത്യക്കുള്ളിൽ ആത്മനിർഭർ ഭാരത്തിൽ പ്രധാനമായിട്ട് വളരെ സുപ്രധാന പങ്ക് വഹിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് അവർ നിരന്തരം ഇന്ത്യക്ക് എഞ്ചിൻ നിർമ്മിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട ബ്ലൂ പ്രിൻ്റ് ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ ഞങ്ങൾ തരാം എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് അവർ ചില കണ്ടീഷൻസ് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കണ്ടീഷൻസ് എന്താണെന്നുള്ളത് ഗവൺമെൻറ് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷേ തുടർച്ചയായിട്ട് ചർച്ചകൾ നടക്കുകയാണ് ഫ്രാൻസുമായിട്ട്. അപ്പോൾ ഇത് ശരിക്കും നേവിയിൽ, അതായത് മറൈൻ ഫൈറ്റർ ജെറ്റുകളുടെ കാര്യത്തിലും അതേപോലെ തന്നെ നമ്മളുടെ പുതിയ ഇനി പണിയാനിരിക്കുന്ന എയർക്രാഫ്റ്റ് കരിയറുകൾക്കും കൂടി ഈ മറൈൻ ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെൻറ്റും കൂടി ഫ്രാൻസ് ഡിസ്കഷനിൽ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതെല്ലാം കൂടി ലൈനപ്പ് ചെയ്തിട്ടാണ് ശരിക്കും ഈ ഒരു നെഗോസിയേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫ്രാൻസ് പണ്ടേ ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര മിടുക്കരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടഫ് നെഗോസിയേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാനുവൽ മാക്രോൺ. അപ്പം അതിനെ തുടർന്ന് നെഗോസിയേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ തീരുമാനമായിട്ടില്ല. പക്ഷേ ഈ ഒരു ഡിസ്കഷൻ, സഫ്രാൻ കമ്പനിയുമായിട്ടുള്ള ഡിസ്കഷൻ തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ അദാനി എൻ്റർപ്രൈസസ്. ഈ അദാനി എൻ്റർപ്രൈസസ് $5 ബില്യൺ ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഡേറ്റാ സെൻറ്റർ, മാസീവായിട്ടുള്ള ഒരു ഡേറ്റാ സെൻറ്റർ പണിയാനാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇന്ത്യക്കുള്ളിൽ 4-5 പോയിന്റുകളിലായിട്ട് ഡേറ്റാ സെൻറ്റർ എക്സ്പാൻഷൻ നടത്താനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡേറ്റാ സെൻറ്ററിനെ കുറിച്ച് നമ്മൾ ഇന്നലത്തെ വാർത്തയിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പം ഡേറ്റാ സെൻറ്ററുകളുടെ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഡേറ്റാ സെൻറ്റർ വളരെ വളരെ അനിവാര്യമാണ്. അതിൽ ഡേറ്റാ സെൻറ്റർ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഇനി IT മേഖലയിൽ മുന്നോട്ട് ചലിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ മാസീവായിട്ടുള്ള ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ചിപ്പ് നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ചിപ്പ് ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റാ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് AI ടെക്നോളജിയുടെ ചിപ്പുകളൊക്കെ ഇന്ത്യക്കുള്ളിൽ ഇപ്പോൾ ഇതുവരെ നിർമ്മിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കായിട്ടില്ല. അപ്പോൾ അത് തുടരെ നമ്മൾ ചിപ്പ് മാനുഫാക്ചറിങ് മേഖലയിൽ നമ്മൾ ആ ഒരു കഴിവ് ആർജിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ശരിക്കും മെജോറിറ്റി ഒരു 80% കമ്പോണൻറ്റുകളിൽ ഉപയോഗിക്കപ്പെടുന്ന മൈക്രോ ചിപ്പുകൾ പോലത്തെ ചിപ്പുകളാണ് നമ്മളിപ്പം നിർമ്മിക്കുന്നത്. നാനോ ലെവൽ ചിപ്പുകളിലേക്ക് നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി നമ്മൾ ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ മാസീവായിട്ടുള്ള മാനുഫാക്ചറിങ് സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇതെല്ലാം ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആണ്. ഇതിനെ തുടർന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത് ഇന്ത്യ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രൈവറ്റൈസേഷൻ ചെയ്യുന്ന പ്ലാൻ. ഇതെല്ലാം തന്നെ ഒരു ചെയിൻ ഓഫ് പ്രോസസ്സിംഗ് ആണ്. ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമാണ്, അതായത് പവർ പ്ലാന്റ് വേണം, ചിപ്പ് മാനുഫാക്ചറിങ് യൂണിറ്റ് വേണം, അതുപോലെ തന്നെ നമുക്ക് വലിയ ഡേറ്റാ സെൻറ്റർ വേണം. ശരി, ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് ഇന്ത്യക്കുള്ളിൽ സാധ്യമായാലാണ് നമുക്ക് ശരിക്കും ഫ്യൂച്ചറിൽ വരുന്ന ഓൺലൈൻ മാർക്കറ്റ് അഥവാ IT ഇൻഡസ്ട്രി നമുക്ക് ഫ്ലറിഷ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും അതിൻ്റെ തുടക്കങ്ങളാണ് ഓരോ തരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അദാനിയുടെ $5 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഈ മേഖലയിൽ ചെറിയൊരു ബിസ്ക്കറ്റ് കഷ്ണം മാത്രമാണ്. അത് അങ്ങനെ തന്നെ കരുതിയാൽ മതി. ഇതിൻ്റെ മാസീവായിട്ടുള്ള പൊട്ടൻഷ്യൽ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. എയർബസിൻ്റെ A320 എയർക്രാഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് 350+ എയർക്രാഫ്റ്റുകൾ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തനരഹിതമായിട്ട് നിർത്തിയിടേണ്ടി വരും. അതായത് ഒരു ഷോർട്ട് ബ്രേക്ക്. അതായത് അത് പ്രവർത്തനരഹിതം എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, ആ ഒരു ടൈമിൽ, ആ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ നടക്കുന്ന ടൈമിൽ ഇത് ഹാൾട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതായത് 350-ലധികം ഫ്ലൈറ്റുകൾ ആ ഒരു യാത്രാ റൂട്ട് ക്യാൻസൽ ആവും. അത് എങ്ങനെയാണ് ഇന്ത്യ മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു ചാലഞ്ച്. അപ്പോൾ ഇത് ശരിക്കും ഈ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ശരിക്കും എയർബസിൻ്റെ A320 ഗ്ലോബലി തന്നെ എവിടെയൊക്കെ യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം തന്നെ ഈ ഒരു ഇൻറ്ററപ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇന്ത്യക്കുള്ളിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത് 350+ എയർക്രാഫ്റ്റുകൾ എയർബസിൻ്റെ A320 നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേജർ ട്രാവൽ ഇൻറ്ററപ്ഷൻ പ്രത്യേകിച്ച് ഈ ഒരു ഫ്ലൈറ്റ് സർവീസ് മേഖലയിൽ ഫേസ് ചെയ്യാനുള്ള സാഹചര്യത്തിന് വഴിയൊരുങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു വാർത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് നിങ്ങൾ ഫ്യൂച്ചറിൽ അപ്കമിങ്ങിൽ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാർത്ത ഡീറ്റെയിൽ ആയിട്ട് പോയി അടിച്ച് നോക്കി മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ചില ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. ഇൻഡിഗോ എയർലൈൻസ് ആണ് ഇന്ത്യക്കുള്ളിൽ എയർബസ് A320 350 ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഡിഗോയിൽ ആരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടോ അവരുടെ ടിക്കറ്റ് ഒന്നുകൂടെ പുനഃപരിശോധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്തായാലും മോദി പുടിൻ മീറ്റിംഗ് 5-ാം തീയതി പുടിൻ ഇന്ത്യ വരികയാണ്. അപ്പോൾ അതെന്തായാലും കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിന്റുകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ പല രീതിയിലുള്ള എഗ്രിമെൻറ്റുകൾ, കരാറുകൾ, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രേഡ് ഡീലുകൾ, ഇതെല്ലാം തന്നെ ഇതിനകത്ത് ചർച്ചയാകുന്നുണ്ട്. എന്തായാലും പുടിൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ്, അതേപോലെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി, ഇവരെല്ലാവരും കൂടി ജോർദാൻ, ബഹ്റൈൻ ഈ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുകയായിരുന്നു. അതുപോലെ ആ രാജ്യത്തുള്ള ജോർദാൻ്റെ രാജാവിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് ഹോണററി അവാർഡൊക്കെ കൊടുക്കുന്ന രംഗമൊക്കെ കാണാൻ കഴിഞ്ഞാണ്. ഈ നാടകങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഡിസംബർ മാസം പ്ലാൻ ചെയ്തിരിക്കുകയാണ് ജോർദാൻ വിസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒമാൻ വിസിറ്റ് ചെയ്യാനും. അതായത് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ജൈൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഏതൊരു അറബ് രാജ്യത്തിൻ്റെ ലീഡർഷിപ്പുമായിട്ടും ഇന്ത്യ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പൊസിഷൻ തന്നെ വേറെയാണ്. അപ്പം ഈ പാകിസ്ഥാനികളെ പലപ്പോഴും അവർ ആശയപരമായിട്ട് ചേർത്ത് നിർത്താനും സഹായിക്കാനും ചില ആശ്വാസ വാക്കുകളൊക്കെ പറയാനും അവർ ശ്രമിക്കുന്നതാണ്. അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി മാനറിൽ മാത്രമാണ്. പക്ഷേ എക്കണോമിക് ട്രേഡ് എന്നൊക്കെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇന്ത്യയുടെ സൈഡിലാണ് ഈ അറബ് രാജ്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് ഒരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. നമ്മളുടെ വ്യാപാര ബന്ധം അറബ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും അത് ഇന്ത്യയുടെ ജോർദാൻ, ഒമാൻ സന്ദർശനം നമുക്ക് അടുത്തൊരു നെക്സ്റ്റ് ലെവലിലുള്ള ഒരു ടാർഗറ്റാണ് ശരിക്കും. അതായത് യുവമാർ എവിടെയൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ കൗണ്ടർ ഫയർ ചെയ്യും. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് കംപ്ലീറ്റ്ലി ഒരു ഡിപ്ലോമാറ്റിക് വിസിറ്റാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് വളരെ സ്ട്രോങ് ആയിട്ടും ബോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ റഷ്യയുമായിട്ടുള്ള കോപ്പറേഷൻ ഒരിക്കലും ഇന്ത്യ നിർത്താൻ പോകുന്നില്ല. ഈ ഒരു മെസ്സേജ് അമേരിക്കയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അമേരിക്കയ്ക്ക് തന്നെയാണ് ഈ ഒരു മെസ്സേജ് കൊടുക്കുന്നത്. അതായത് ഇന്ത്യ റഷ്യ കൂട്ടുകെട്ട് ഒരിക്കലും അമേരിക്ക വിചാരിച്ചാൽ നിർത്താൻ പറ്റുന്നതോ അല്ലെങ്കിൽ അമേരിക്ക വിചാരിച്ചാൽ തുടരാൻ പറ്റുന്നതോ ആയ ഒരു സംഗതിയല്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള നിലപാടുണ്ട്. അതിനനുസരിച്ചാണ് ഇന്ത്യ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇന്ത്യ റഷ്യ ബന്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. അത് ശരിക്കും പുടിൻ ഇനി ഒരു 6 ദിവസം കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് എത്താനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. കാരണം റഷ്യയുടെ വിഷയത്തിൽ അമേരിക്ക കൂടുതൽ ഇങ്ങനെ തല പുകച്ച് ഇന്ത്യയുടെ അടുത്ത് ഈ പ്രഷർ ഇടേണ്ട ആവശ്യമില്ല. കാരണം അമേരിക്കയ്ക്ക് വേണ്ടതെല്ലാം നമ്മൾ ആ വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങൾ, അമേരിക്കയിൽ നിന്ന് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, അമേരിക്കയുമായിട്ട് ഇന്ത്യ ഒരു ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. 7,995 കോടി ഇന്ത്യൻ റുപ്പീസ് വില വരുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഹെലികോപ്റ്റർ മേടിക്കാനുള്ള ഒരു കരാറാണ്. MH-60R ഹെലികോപ്റ്റർ മേടിക്കാനാണ് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അതായത് അമേരിക്കയിൽ നിന്ന് നമുക്ക് എന്താണോ വേണ്ടത്, നമ്മളിത് അനാവശ്യമായിട്ട് അമേരിക്കയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഈ ഒരു കരാർ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ സാധനം ആവശ്യമുണ്ട്. പക്ഷെ ആ സാധനം നമുക്ക് റഷ്യ എടുത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളെടുത്ത്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ മേടിക്കാം, ഫ്രാൻസിൽ നിന്നൊക്കെ മേടിക്കാം. അപ്പോൾ ഈ രീതിയിലുള്ള എഗ്രിമെന്റുകളൊക്കെ തികച്ചും ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിനെ മാത്രം ലക്ഷ്യമിട്ടല്ല, ഇതൊരു ജിയോ പൊളിറ്റിക്കൽ മേഖലയും കൂടി കണക്കിലാക്കിക്കൊണ്ടാണ് ഈ ഓർഡറുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഓർഡറുകളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അമേരിക്ക ശരിക്കും വായും പൂട്ടി മിണ്ടാതിരിക്കേണ്ട ഒരു ആളാണ്. ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പിൽ ഇത്രമാത്രം അസ്വസ്ഥത പ്രകടിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. ഇതൊക്കെ ജസ്റ്റ് ഒരു ഗ്ലോബൽ സ്റ്റേജിൽ നാടകം കളിക്കുന്ന ഏർപ്പാടാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കും റഷ്യയുമായിട്ട് നല്ല രീതിയിലുള്ള ബിസിനസ് ഡീലുണ്ട്. എന്നിട്ടാണ് അവർ നമ്മളുടെ തലയിൽ ഇതെല്ലാം കൂടി എടുത്ത് വെക്കുന്നത്. ഇതുവരെ, അതായത് 2 ആഴ്ചയായി ട്രംപ് പറഞ്ഞിട്ട് എന്താണ്,
റഷ്യൻ ഓയിൽ ഇന്ത്യ വാങ്ങുന്നത് നിർത്തി എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ട്രംപ് പറഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞ്. എന്നാൽ പിന്നെ എന്താണ് ഈ പുനറ്റീവ് താരിഫ് എടുത്ത് മാറ്റാത്തത്? അതുകൊണ്ടുള്ള ഗുണമാർക്കാണ്? അപ്പം അതായത് ഇന്ത്യയുടെ പേരും പറഞ്ഞ് അമേരിക്കൻ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നും ഒരു 25% കൂടി അധികം അങ്ങ് അടിച്ചെടുക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്കക്കാരന് മനസ്സിലാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇന്ത്യൻ ആർമി ജർമ്മനിയുടെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു റഡാർ സിസ്റ്റം, സ്കൈ ഷീൽഡ് ഷ്രോഡ് എന്നാണ് പറയുന്നത്. ഈ സ്കൈ ഷീൽഡ് ഷ്രോഡ് ഇന്ത്യൻ ആർമി പരിശോധിക്കുന്നുണ്ട്. അവർ ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുകയാണ്, എങ്ങനെയുണ്ട് ഇതിൻ്റെ കപ്പാസിറ്റി, എങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജർമ്മനിക്ക് ഒരു ഓർഡർ, ഇന്ത്യയുടെ പക്കൽ നിന്നും ഒരു ഓർഡർ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അവർ എക്കണോമിക്കലി ഭയങ്കരമായിട്ട് ഡൗൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ട് ഡിഫൻസ് മേഖലയിൽ ഏതെങ്കിലും തരത്തിലൊരു കോപ്പറേഷൻ, ആ ഒരു സഹകരണം കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് എന്നാണ് ജർമ്മനി വിചാരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഡിസ്കഷനിലാണ് ശരിക്കും ജയശങ്കറും ജർമ്മനിയുടെ അംബാസഡറും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇതിനെക്കുറിച്ചുള്ള ആ ഒരു പ്രൈമറി ഡിസ്കഷൻ വന്നത്. അതിനെ തുടർന്നാണ് ഈ രീതിയിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻസ് മുന്നോട്ട് പോകും. കാരണം നമ്മൾ എല്ലാ രാജ്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഇത് ശരിക്കും റഡാർ സിസ്റ്റം മാത്രമല്ല, ഇത് ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം കൂടിയാണ്. ഇത് 1000 ബുള്ളറ്റ് എ മിനിറ്റ്, അതായത് 1000 ബുള്ളറ്റ് ഒരു മിനിറ്റിൽ ഇത് ത്രോ ചെയ്യും. അത്ര പവർ ഉണ്ട് ഇതിനകത്ത്. ആ രീതിയിലുള്ള ടെക്നോളജി ഇൻബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റം കൂടിയാണിത്. അപ്പോൾ ഈ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം എന്തുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഡ്രോണുകൾക്കെതിരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ജർമ്മനിയുടെ അവകാശവാദം. സ്വിസ് കോർപ്പറേഷൻ ഒരിലിക്കോൺ കോൺട്രോസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, ഇത് ശരിക്കും പറഞ്ഞാൽ റെയിൻ മെറ്റൽ എന്ന് പറയുന്ന ജർമ്മനിയുടെ ഒരു കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയുടെ സിസ്റ്റർ കൺസേൺ ആണിത്. ആ ഒരു കൊളാബറേഷനിൽ ഉണ്ടായ ഒരു ഡിഫൻസ് സിസ്റ്റമാണ് ഈ ഷൊറാഡ് എന്ന് വിളിക്കുന്ന ജർമ്മനിയുടെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഒരു സ്കൈ ഷീൽഡ്. കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.